പമ്പയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര നേരെ ശരംകുത്തിയിലാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 5:35 ആകുമ്പോഴേക്കും ശരംകുത്തിയിലെത്തി. ഇവിടെ നിന്നും ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം തന്നെ മറ്റ് ഭക്തരും അടങ്ങുന്ന സംഘമാണ് തങ്കയങ്കിയെ സ്വീകരിച്ചത്. ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തങ്കയങ്കി സ്വീകരിച്ചതിന് ശേഷം തങ്കയങ്കി ഘോഷയാത്ര നേരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. പമ്പയിൽ നിന്ന് മന്ത്രി VN വാസവനാണ് തങ്കയങ്കി ഏറ്റുവാങ്ങിയത്. അതിനുശേഷമാണ് ശരംകുത്തിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ദേവസ്വം ബോർഡിലെ ജീവനക്കാർ, ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഭരണ കാര്യനിർവഹണങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ, ADM, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ മുഴുവൻ ആളുകളും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ആചാരപരമായ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനുശേഷമാണ് നേരെ സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നത്. ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മയുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് അയ്യപ്പനെ തങ്കയങ്കി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ചരിത്രവും ഒപ്പം തന്നെ ഐതിഹ്യവും ഇഴചേരുന്ന ചടങ്ങാണ് തങ്കയങ്കി ഘോഷയാത്ര. നിരവധി ഭക്തരാണ് ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്നാണ് പിന്നീട് സന്നിധാനത്ത് വെച്ച് സ്വീകരിക്കുക. അതിനുശേഷം അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധനയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. 26-ന് പകൽ 12 മുതൽ 12:30 വരെ പിന്നീട് മണ്ഡല പൂജയും നടക്കും. ഇപ്പോൾ ആചാരപരമായി ശരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.